മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള കൂട്ടയടിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കോട്ടൂക്കര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. ട്യൂഷന് പോയ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അനൽക സേത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനൽക, ഈ കുട്ടികൾക്കിടയിലെ അക്രമം കൂടുതലായി ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, പ്രത്യേകിച്ചും ഷഹബാസിന്റെ മരണത്തോടെ തന്നെ. ഇപ്പോൾ ഈ അക്രമികളായ കുട്ടികളെ, ഈ അടിപിടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരം? ലക്ഷ്മി എന്ന ഈ സംഭവം, ഈ കുട്ടികൾ തമ്മിൽ തല്ല് നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത്. അതായത് ഒരു വിദ്യാർത്ഥി ആ സ്കൂളിലെ തന്നെ മലയാളം മീഡിയം വിഭാഗത്തിൽ പഠിക്കുന്ന ഒരാളും മറ്റൊരാൾ ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിൽ പഠിക്കുന്ന ഒരാളാണ്. അതായത് ഫെബ്രുവരി 20-നായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ മോഡൽ പരീക്ഷ കഴിഞ്ഞ ഉടനെയായിരുന്നു ഇത്തരത്തിലൊരു വിദ്യാർത്ഥികൾ തമ്മിലൊരു സംഘർഷം ഉണ്ടായത്. അതായത് ഈ ആദ്യം വാക്തർക്കത്തിലേക്ക് എത്തി, പിന്നീട് അത് ഈ മോഡൽ പരീക്ഷ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാക്തർക്കമായി പിന്നീട് അത് ആ സ്കൂളിന് സമീപത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് തമ്മിൽ തല്ലിൽ കലാശിക്കുകയായിരുന്നു. ഇത്തരമൊരു ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ ഈ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഈ രണ്ട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഇനി അതായത് SSLC എക്സാമിൻ്റെ അന്ന് സ്കൂളിലേക്ക് വന്നാൽ മതി എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. കൂടാതെ അതിനുശേഷം സ്കൂളിൽ നടന്നിട്ടുള്ള സെൻഡ് ഓഫ് പാർട്ടിയിലും അതോടൊപ്പം തന്നെ മറ്റ് ഈ എക്സാമുമായി നടന്ന മറ്റ് ആക്ടിവിറ്റീസിലൊന്നും തന്നെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ നടപടിയെടുക്കുകയും മാതാപിതാക്കളെ വിളിച്ചു വരുത്തി പിന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇനി SSLC പൊതുപരീക്ഷയ്ക്ക് മാത്രം ക്യാമ്പസിലേക്ക് വന്നാൽ മതി എന്നൊരു നിർദ്ദേശം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ വിദ്യാർത്ഥികൾ മറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. ആദ്യം ഇവർ തമ്മിലൊരു വാക്തർക്കമുണ്ടായി, പിന്നീട് അത് ആ സ്കൂളിന് സമീപത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഒരു തമ്മിൽ തല്ലിൽ കലാശിക്കുകയായിരുന്നു. ലക്ഷ്മി രത്ന. അനൽക സേതാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. 10ാം ക്ലാസ്സുകാരാണ് അവിടെ ഇങ്ങനെ ഏറ്റുമുട്ടിയിരിക്കുന്നത്.